അരിഞ്ഞിരുന്നോ? നീ ലോകത്ത് നടക്കുന്ന സംഭവം എല്ലാം അറിഞ്ഞോ? കടലിൽ ഒരു കപ്പൽ മുങ്ങി. ആ കണ്ടോന്റെ എല്ലാം തീരെ തടിയുവാ. കണ്ടോന്റെ അല്ല, കണ്ടെയ്നർ അടിഞ്ഞു കിടക്കുക. നിങ്ങൾ എന്തുവാ മനുഷ്യ ഇങ്ങനെ? നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ ഇവിടെ. അതങ്ങ് പോട്ടെ. ഈ കപ്പൽ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ? എന്തിന്? പിന്നെന്തിനാ അത് മുങ്ങിയത്? ടെൻഷൻ അനുഭവിക്കുക ഞാൻ, അറിയാവോ? എന്തിനാണോ? 6 വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാ ഞാൻ, അറിയാവോ? 12 മണിയാകും ഞാൻ ഇവർക്ക് ഗുഡ് നൈറ്റ് ഇട്ടിട്ട് ഒന്ന് കിടക്കുമ്പോ നീ പിന്നെ വെളുപ്പിനെ തുടങ്ങണം ഗുഡ് മോർണിംഗ്. ആരടിക്കും? എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത്. അതാണ്ട് ചെറുക്കന്റെ സ്കൂളിൽ നിന്ന് ടീച്ചറെ വിളിച്ചു, എന്നിട്ട് സ്കൂളിൽ ടൂറി വെച്ചേക്കോ വന്ന. എന്റെ ദൈവമേ, അത് നീ ശ്രദ്ധിക്കണം. നിന്റെ ഉത്തരവാദിത്തം. രാവിലെ അവൻ എഴുന്നേറ്റാൽ അവനെ കക്കൂച്ചി കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് വിടേണ്ടത് നീയാ. എന്റെ മനുഷ്യ അതാണെന്ന് പറഞ്ഞേ. ടൂർ വെച്ചിരിക്കുക പിള്ളേർക്കെല്ലാം കൂടെ. അവിടെ പോകാൻ പൈസ ഉണ്ടോ കൊടുക്കാൻ? ടൂറോ? അത് പറയണ്ടേ? പൈസ എങ്ങനെ ഉണ്ടാകും? എങ്ങനെ ഉണ്ടാകും? എനിക്ക് പണിക്ക് പോകാൻ പറ്റുമോ? ഞാനുണ്ടല്ലോ നിങ്ങളുടെ കൂടെ ഉള്ള ജീവിതം അടുത്ത് ഇനിയും ജീവിക്കുന്നില്ല നിങ്ങളുടെ കൂടെ. എന്തുവായാലും ഞാൻ പേപ്പർ കൊടുക്കും. പേപ്പർ കൊടുക്കുന്ന ഇവിടേക്ക് എന്റെ മാസിക വല്ല കളർ അടിക്കുന്ന ബുക്ക് വല്ലതും കൊടുക്കാമെങ്കിൽ. അതല്ല, പോലീസ് സ്റ്റേഷൻ ഞാൻ പേപ്പർ കൊടുക്കുമെന്ന്. നീ കൊടുക്കുവോ? കൊടുക്കുന്ന എനിക്കൊന്ന് കാണണമല്ലോ. എന്റെ പൊന്നെ ചേട്ടാ, ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ഇവിടെ വഴക്കുണ്ടായിരുന്നു, നീ എവിടെ ആയിരുന്നു? ഇന്നലെയോ? ഞാൻ എന്നും വഴക്കൊണ്ട് ഇവിടെ വന്ന് കയറാൻ പറ്റുമോ? അതൊക്കെ ചോദിച്ചോണ്ട് ഞാൻ പറയാം. ഇന്നലെ ഞാൻ മീൻ പിടിക്കാൻ പോയതാ. ചേച്ചി, ഞാൻ ഒരു കാര്യം പറയാം. എന്തുവാ? നല്ലൊരു ഭർത്താവാ, വെള്ളം അടിക്കത്തില്ല, വലിയില്ല, ഒന്നുമില്ല. അപ്പൊ ലോട്ടറി അടിച്ചോണ്ട് കൂട്ടി ഭർത്താവിനില്ലേ ചേച്ചിക്ക് കിട്ടിയത്? ആന്നോടോ ഓമനക്കുട്ടാ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഓമനക്കുട്ടാ, നീ ഒരു ലോട്ടറി എടുത്തു അടിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ ചുട്ടി കൂട്ടി കളയും. ഈ അടിക്കാത്ത ലോട്ടറി ഞാൻ ചുട്ടി കൂട്ടി കളയും. ഞാൻ സപ്പോർട്ട് ചെയ്യാനുള്ളതൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യും. എന്തൊക്കെ ജോലി ഇല്ലല്ലോ എങ്ങനെയാലും വളർത്തുവന്നു ഇവള് പറഞ്ഞത്. അതെങ്ങനെ വളർത്തുന്ന? കിഡ്നി കൊടുത്തിട്ടായാലും ഞാൻ എന്റെ പിള്ളേരെ വളർത്തും. കണ്ടോ ആ ചേച്ചിയുടെ സ്നേഹം കണ്ടോ? കിഡ്നി കൊടുത്തിട്ടായാലും പിള്ളേരെ വളർത്തുന്നു. പുണ്യം ചെയ്യണം, പുണ്യം. എടാ മരമണ്ണേ, അവളോട് ചോദിച്ച ആരെ കിഡ്നിയാന്ന്? ആരെ കിഡ്നി ചേച്ചി? ആരുടെ കിഡ്നി? നിങ്ങളുടെ ബന്ധുക്കാരാന്ന് പറയാൻ എനിക്ക് നാണക്കട. സത്യം പറഞ്ഞു എന്റെ ഓമനക്കുട്ട, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ഭർത്താവല്ലേ ഞാന് കല്യാണം കഴിച്ചോട്ട് വന്ന പണിക്ക് പോകണ്ടായോ? എന്റെ ഓമനക്കുട്ട എങ്ങനെ ജീവിക്കും? എന്റെ ഓമനക്കുട്ടന്റെ വീട്ടിലാണെങ്കിൽ ഭാര്യ എങ്ങനെയാ നോക്കുന്നത്? എന്റെ ഓമനക്കുട്ട അവിടെ ഓമനക്കുട്ട അങ്ങനെ ഇത്ര നേരം അവള് പറഞ്ഞേ. അപ്പൊ അവിടെ ഓമനക്കുട്ട, നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല. എന്നോട് ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുക്കണമെന്ന്. എന്തുവാന്നറിയാമോ? 17 വർഷങ്ങൾക്ക് മുമ്പ് മലമ്പനി വന്നു. മലമ്പനിയോ? അന്ന് ആ ഡോക്ടർ പറഞ്ഞ എന്തുവാന്നറിയാമോ? റെസ്റ്റ് എടുക്കണമെന്ന്. അതിന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുക 17 വർഷമായിട്ട്. നമ്മുടെ വടക്കേലെ അപ്പച്ചില്ലയോ? ഇവിടെ അത് 1 വർഷമായോ മരിച്ചിട്ട്? 1 വർഷമായി ചേച്ചി. സത്യം പറഞ്ഞാൽ അറിയില്ല. ഇന്നലെ മരിച്ചതുപോലെ. ആദ്യത്തെ സന്തോഷത്തോടാണ് പറയുന്നത്. ഞാൻ അവിടെ ഫോട്ടോ വെച്ചിട്ടില്ലടോ ഭിത്തിയില്. കഴിഞ്ഞ ദിവസം ഞാൻ ഫോട്ടോ ഇന്നലെ എടുത്ത ഫോട്ടോ പോലെ ചിരിച്ചോണ്ട്. ഭക്ഷണം ആരാ? ഞാൻ ദാസപ്പന് കൊടുത്ത്. ദാസപ്പന് ആഹാരം കൊള്ളത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേ, എന്റെ അമ്മാവനെ വിളിക്കേ. അതിലും വേറെ ബ്രെഡും പഴവാ. ഇപ്പൊ വേറെ സംഭവം തുടങ്ങിക്ക. എന്നെ സംശയം. എടാ, ഇതിന്റെ അകത്ത് രാത്രി 12 മണിയാകുമ്പോൾ നമ്മുടെ ചന്ദ്രനല്ലേ നിങ്ങളുടെ വീടിന്റെ അപ്പുറത്തെ തെങ്ങ് കയറാൻ പോകുന്നത് ചന്ദ്രൻ രാത്രി 12 മണിയാകുമ്പോൾ വിളിക്കും. 1 മണി വരെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ കുറച്ചു നേരം 1ഉം 2ഉം പറഞ്ഞ് സംസാരിക്കുക. അത് സംശയം. അതിനെന്ത് സംശയിക്കാതിരിക്കുന്നത്? എനിക്കറിയത്തില്ല, അത് സംശയമാ. എന്തോ മനുഷ്യ. അത് പോട്ടെ. 3 മണിയാകുമ്പോൾ നമ്മുടെ ബിനുവില്ലേ ബേക്കറി പോകുന്നത്. 3 മണിയാകുമ്പോൾ വെളുപ്പിന് 3 മണിയാകുമ്പോൾ 3 മണിക്കാകുമ്പോൾ വിളിക്കുന്നത്. അവന്റെ പെണ്ണുമ്പിള്ള ഇറങ്ങണമെങ്കിൽ 3 മണിയാവും. അവന്റെ പെണ്ണുമ്പിള്ളക്ക് ഇവനെ സംശയമുണ്ട്. അതുകൊണ്ട് എന്നിട്ട് ഇവനോട് ഈ ഫോൺ കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നത് എങ്ങനെയാണെന്നറിയുമോ? ഈ പാവപ്പെട്ട മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ അങ്ങനെ ഉണർത്താതെ അതിങ്ങി ഞാൻ ആ ബാത്റൂമിന്റെ അവിടെ പോയിരുന്നു. ഞാൻ ഫോൺ ചെയ്യും. ചിലപ്പോ അവിടെ പോയി ചെന്നിട്ട് സംസാരിച്ച് അങ്ങ് ഉറങ്ങുകയും നേരെ വെളുത്ത് അയിഞ്ഞാൽ വന്ന് എന്നെ വിളിക്കുന്നത്. സംശയം. എന്ത് സംശയം? അങ്ങനെ